ഋഷിയും അഭിഷേകും ലൈവിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇന്നലത്തെ കാര്യം തന്നെയാണ്. അവിടെ എന്തിനാണ് അഭിഷേക് എനിക്ക് പോയിന്റുകൾ വിട്ടു തന്നത് എന്നുള്ളതാണ് ഋഷിയുടെ ഇപ്പോഴത്തെ സംശയം. ഇപ്പോഴും നല്ല, ഇന്നലെ മുതലുള്ള സംശയമാണ്. ഇപ്പോഴും ആ സംശയം തീർന്നിട്ടില്ല. എന്നാലും നീ എനിക്ക് ആ പോയിന്റുകൾ വിട്ടു തന്നില്ലേ, അതാണ് എനിക്ക് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷവും വിഷമവും ഒക്കെ വരുന്നത് എന്ന് അവിടെ പറയുന്നുണ്ട്. പക്ഷേ ഋഷി എന്തായാലും ടോപ്പ് 5-ൽ വരുമെന്ന് ഉറപ്പിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ എന്തായാലും ടോപ്പ് 5-ൽ വരുമെന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് ഋഷി അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ ഋഷി വരുമ്പോൾ അഭിഷേക് വരാതിരുന്നു കഴിഞ്ഞാൽ ഋഷിക്ക് അത് വിഷമാവും, എനിക്കിങ്ങനെ പോയിന്റ് ഒക്കെ വിട്ട് തന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഏതു നേരം പറയുന്നുണ്ട് അഭിഷേക് നീയും വരും ടോപ്പ് 5-ൽ, നീയും വരും ടോപ്പ് 5-ൽ എന്ന് ഏതു നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കളിക്കുന്ന ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഭിഷേകും പറയുന്നുണ്ട് ഋഷിയുടെ അടുത്ത് ടിക്കറ്റ് ടു ഫിനാലെ നീയും നന്നായിട്ട് കളിക്കണം, നമ്മളെ കയറണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ അഭിഷേക് പറയുന്നുണ്ട് എൻ്റെ മാക്സിമം ഞാൻ കളിക്കാനായിട്ട് ശ്രമിക്കും ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുമ്പോൾ ഋഷി പറയുന്ന മറ്റൊരു പോയിന്റ് ഉണ്ട് അവിടെ, ഞാൻ 2 ഗെയിം നിനക്ക് വിട്ടു തരട്ടെ എന്ന്. ഞാൻ വിട്ടു തരാം നിനക്ക്, അപ്പം എൻ്റെ ഒപ്പം പോയിന്റ് ആവും, അപ്പം അങ്ങനെ വിട്ടു തന്നിട്ട് നീ എൻ്റെ ഒപ്പം എത്താനായിട്ട് നോക്ക് എന്ന് ഋഷി അഭിഷേകിൻ്റെ അടുത്ത്. അഭിഷേക് അത് കേട്ടപ്പോൾ പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, അതെനിക്ക് നെഗറ്റീവ് അടിക്കും, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ഞാൻ കളിച്ച് ജയിക്കുന്നതേ എനിക്ക് കിട്ടാവൂ, അല്ലാതെ നീ വിട്ടു തന്നിട്ട് എനിക്ക് കിട്ടുന്നത് വേണ്ട, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതെനിക്ക് പക്ക നെഗറ്റീവ് അടിക്കും, ചെയ്തേക്കരുത് എന്ന് പറയുന്നുണ്ട് ഋഷിയുടെ അടുത്ത്. പക്ഷെ ഋഷിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കുറ്റബോധമോ സ്നേഹമോ എന്തൊക്കെയോ ആണ് ഋഷിക്ക് അഭിഷേകിൻ്റെ അടുത്ത് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നീ എന്നെ അത്രയും ഫ്രണ്ടായിട്ട് കണ്ടതുകൊണ്ടല്ലേ നീ എനിക്ക് വിട്ടു തന്നത്, അപ്പം നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ എന്നുള്ളൊരു തോന്നലാണ് ഋഷിയുടെ മനസ്സിൽ.